ഏതാ അഞ്ചു? അഞ്ജുവിന്റെ കൂടെ കൂടിയേക്കുന്ന എന്താണ് ഇപ്പൊ അഞ്ജുവിനെ കെട്ടിച്ചേരെന്നും അതാണ് ആ കൊച്ചിന്റെ നമ്പർ ഒന്ന് കിട്ടിയെന്ന് വിളിച്ചു പറയാൻ ഉള്ള നേരത്തെ രക്ഷപ്പെടാനായിട്ട്. നന്ദമ്മായി 2 ദിവസം മുന്നേ ഞാൻ ദേഷ്യപ്പെടുന്നുണ്ട് പിള്ളേച്ചൻ. അഞ്ജുവിനെ ഞാൻ ഇന്ന് പൂട്ടുന്നുണ്ട് പ്രിയ. പിള്ളെ കണ്ണേട്ടൻ കോൾ വിളിച്ചായിരുന്നു, പിന്നെ വൈറ്റി വിഷാക്കിയതെല്ലാം അമ്മയെ ഞാൻ ലൈക്ക് പോയിട്ട് വരാവേ. അടിച്ചെന്ന് പറയുന്നുണ്ട്. ഓക്കെ. പേൾ അലോ എന്ന് പറയുന്നുണ്ട്. എന്റെ പാട്ട് പോയി അമ്മ എന്ന് പറയുന്നുണ്ട് നന്ദമോള്. ചങ്ങലയ്ക്ക് തളയ്ക്കണം പ്രിയ അഞ്ജുവിനെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല സത്യം എന്ന് നന്ദമോള് പറയുന്നു. അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അമ്മയ്ക്ക് അമ്മയുടെ ആമക്കൾ മതി എന്ന് പറയുന്നുണ്ട് നന്ദമോള്. പിള്ളേച്ചൻ അഞ്ജുവിനെ പൂട്ടിയത് നിങ്ങൾ ആരാ, ബല്ലാൽ ദേവനാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അബ്രാം ഹായ് വിഷ്ണു ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ഹായ് അബ്രാമെ. റോഷൻ ബ്രോ ഹായ് മുത്തേ, ഞാൻ ചങ്കും പറിച്ച് നിൽക്കുകയാണ്, കയ്യിൽ തരട്ടെ എന്റെ ചങ്കെന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. പിള്ളേച്ചൻ റാവു നിങ്ങളും എന്ന് പറയുന്നുണ്ട്. അബ്രാം ഹായ് പിള്ളേച്ച എന്ന് വിളിക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ സ്വന്തം മുത്തേ എന്ന് ചോദിക്കുന്നുണ്ട് റോഷൻ ബ്രോ. പേൾ പറയുന്നുണ്ട് അമ്മാന്ന്. അഭിരാം ഹായ് റോഷൻ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. പിള്ളേച്ചൻ അഭിമോനെ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട്. പേൾ ഹായ് രാവണ എന്ന് പറയുന്നുണ്ട്. ഹായ് പേൾ. ഹായ് രാവണൻ ചേട്ടാ എന്ന് നന്ദമോള് വിളിക്കുന്നുണ്ട്. റോഷൻ ലൈക്ക് അടിച്ചു സ്നേഹം തരുന്നുണ്ട്. പിള്ളേച്ചൻ റാവു അഞ്ജുവിനെ ചങ്ങലക്കിടാൻ നിങ്ങൾ ആരാ അധികാരം തന്നെന്ന് വെച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ദീച്ചൂസ് ദേവൂസ് ധനു അല്ലേ, ധനു അമ്മക്കിളി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട്. പേൾ രാവണൻ ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. അതെ, രാവണനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ധനു. ആ പ്രൊഫൈൽ കണ്ട രാവണനും ഒരു ഭീകര രൂപം എന്ന് പറയുന്നുണ്ട്. ആ പ്രൊഫൈൽ കണ്ട രാവണൻ ഒരു ഭീകര രൂപം. അതെ അതെ. റോഷൻ ബ്രോ അബ്രാം ഹായ് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ ദൈവമേ ദേ എത്തി അഞ്ജു. എന്നെ പൂട്ടിയിട്ട പിള്ളച്ചേട്ടൻ വന്ന് രക്ഷിക്കുന്നു പറഞ്ഞ് പുച്ഛിക്കുന്നുണ്ട് അഞ്ജു. ബിന്ദു ചേച്ചി ഈ റാവു പറഞ്ഞു എന്റെ ഇഷ്ടമാണ് റാവുവിന്റെ ഇഷ്ടമെന്ന്, എന്നിട്ട് ഇപ്പൊ പറയുക അല്ലെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാത്ത റാവു എന്ന് പറയുന്നുണ്ട്. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അഞ്ജു. സൗരവ് ഹായ് എന്ന് പറയുന്നുണ്ട് ധനു. കണ്ടോ അഞ്ജുവിനെ ഞാൻ രക്ഷിക്കും എന്ന് അവൾക്കറിയാം, അവളുടെ ബാഹുബലി ഞാനാണെന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. മ്യാവുക്കുട്ടി എന്നെ പൂട്ടിയിടുവോ എന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജു. ധനിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് നന്ദമോള്. ധനിച്ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് പിള്ളച്ചൻ. നന്ദൂസെ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ധനു. എന്റെ ജേട്ടൻ എന്നാലും എന്ന് പറഞ്ഞിട്ട് അലറുന്നുണ്ട് നന്ദമോള്. ആർക്കാ എന്റെ അഞ്ജുവിനെ പൂട്ടണ്ടേന്ന് ചോദിക്കുന്നുണ്ട് പിള്ളച്ചൻ. ആരെ ആരെ എന്റെ പിള്ളേർ കല്യാണം? ഒത്തിരി ഉമ്മ തരുന്നുണ്ട്, എല്ലാം മേടിച്ചു വെച്ചോണം കേട്ടോ. അതെ അതെ അതെ, എല്ലാം മേടിച്ച് വെച്ചിട്ട് ഞാൻ ലൈവ് കഴിയുമ്പോ അയച്ചു തരാം. എനിക്കത് മനസ്സിലായില്ല. എന്താ ആരെ കല്യാണം, സദ്യ ഉണ്ടോ, ഞാൻ എത്തി, അതോ റിസപ്ഷൻ ആണോ എന്ന്. ഓ, ആരുടെയാ കല്യാണം എന്നാണോ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, ആരുടെ കല്യാണം, സദ്യ ഉണ്ടോ, ഞാനും എത്തിയെന്ന് പറയുന്നുണ്ട് നന്ദമോള്. അതോ റിസപ്ഷൻ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നുണ്ട്. നന്ദമ്മായി മിക്കവാറും ഒളിച്ചോണ്ടിണ്ടി വരും എന്ന് പിള്ളേച്ചൻ പറയുന്നുണ്ട്. ഞാൻ പോയി വരാം നമ്മെ രാവണേട്ടാന്ന് പേള് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ മോളെ, ഓക്കെ പോയിട്ട് വരൂ. ദേ രണ്ടും കൂടെ എന്റെ അവിഹിതം പറഞ്ഞ് അഞ്ജുവിനെ എന്നെയും തെറ്റിക്കാൻ നോക്കുന്നു എന്ന് പറയുന്നുണ്ട് പിള്ളേച്ചൻ. അബ്രാം ഹായ് അഞ്ജു എന്ന് വിളിക്കുന്നുണ്ട്. ആദിൽ അമ്മയെന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട്. ആദിൽ ഹായ്, വരൂ വരൂ, ലൈവിലേക്ക് വരും. ഞാൻ പോകുക ടാറ്റ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ധനുമോള്. ടിബിനേട്ട പൊന്നാങ്ങളെ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ധനു. ഒളിച്ചോടി വന്ന പിള്ളയുടെ കാൽ അടിച്ചോടിക്കുമെന്ന് അടിച്ചോടിക്കും, എനിക്ക് എന്റെ വള തന്നില്ലേ, കെട്ടിയവനും ഓളും അങ്ങ് മുറ്റത്ത് കിടക്കുമെന്ന് പറയുന്നുണ്ട് നന്ദമോള്. ഓ അങ്ങനെ, അതായത് പെണ്ണ് കെട്ടി വീട്ടിൽ വരുന്ന സമയത്ത് നാത്തൂന് വളയിടണമല്ലോ, അതാണ് ഈ പറയുന്നത്. എന്റെ അനിയത്തി മുത്തേന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് അതില്. ധനു സ്നേഹം കൊടുക്കുന്നുണ്ട്. നന്ദമോള് ടിബിനേട്ടാന്ന് വിളിക്കുന്നുണ്ട്. നന്ദ കണ്ണേട്ടൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദിൽ ശുണ്ടിയും ധനുക്കുട്ടാന്ന് നന്ദിയും വിളിച്ച് സ്നേഹം മുങ്ങിയോ? കൊടുക്കുന്നുണ്ട്. ശുണ്ടിയും തന്നെയും ശുണ്ടി മുങ്ങിയാ? എവിടെ പോയി? മുങ്ങി, രണ്ടുപേരും മുങ്ങി. നന്ദുട്ടി അതെവിടെ നമ്പർ പോയി? കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ധനു. എവിടെ പോയെന്നൊരു പിടുത്തമില്ലല്ലോ. അതിൽ അനിയത്തി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയയും പോയല്ലോ. നന്ദമായി അല്ലെങ്കിൽ രണ്ടും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇനി നീയും പിള്ളച്ചൻ. അമ്മയോട് ഞാൻ പറയാം ധനു ചേച്ചി എന്ന് പറയുന്നുണ്ട് നന്ദ. ഞാനുണ്ടെന്ന് ധന്യമോള് പറയുന്നുണ്ട്. ധനു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. രണ്ട് ധന്യ ഇവിടെ ഉണ്ട്. പിള്ളച്ചൻ സന്ധ്യമ്മ സന്ധ്യമ്മ പോട്ടെ, ഉണ്ടെങ്കിൽ എന്റെ കല്യാണം മുടക്കുമെന്ന് പറയുന്നുണ്ട് പിള്ളച്ചൻ. ധന്യ ചപ്പാത്തി